രാത്രിയിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ എനിക്കുള്ള 8ൻ്റെ പണിയായിട്ടാണ് ചില ദിവസം എൻ്റെ ഹസ്ബൻഡ് വരാറ്. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇതും. നല്ല കുറച്ച് ആവോലിക്കുട്ടികളെ കിട്ടിയപ്പോൾ അതും വാങ്ങിയിട്ടാണ് വന്നത്. കൂടെ കപ്പയുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ കപ്പ വെക്കാറ് നമ്മുടെ മത്തി കപ്പ എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് വെക്കാറ്. ഇത്തവണ മത്തി കിട്ടാത്തത് കൊണ്ട് ഇവരെയും വാങ്ങിയിട്ടാണ് വന്നത്. രാത്രി മീൻ മുറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ള പണിയൊന്നുമല്ല. നല്ല മടുപ്പാണ്. ഉച്ചയ്ക്ക് ഒരുവിധം ഇതെല്ലാം ഒതുങ്ങുന്നതാണല്ലോ. അപ്പോൾ രാത്രി പിന്നെയും നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് മടിയാവും. പക്ഷേ ഇവിടെ അധികവും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ ഫ്രഷ് മീനൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതൊക്കെ സ്ഥിരമായതുകൊണ്ട് ഞാനും ഏകദേശം ഇതൊക്കെ ആയിട്ട് യൂസ്ഡായി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചെടുത്ത് മുളകിട്ടിട്ട് കുറച്ച് പൊരിക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ചട്ടിയിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്ന മാന്തക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് വീഡിയോ എടുത്തു തന്നത് എൻ്റെ മോളായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് ചട്ടിയിൽ ചോറിട്ടിട്ട് കഴിച്ചാലോ അമ്മ എന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ഈ ചട്ടിയിൽ ചോറിട്ട് കഴിക്കുമ്പോൾ ചെറുപ്പത്തിൽ മക്കൾക്ക് രണ്ടുപേർക്കും ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ അമ്മയ്ക്ക് പാത്രമൊന്നുമില്ല, ആ ഒരു ഫീലായിരുന്നു അവർക്ക്. അവരിങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന വിഷമിച്ച് പറയും, അമ്മ അങ്ങനെ കഴിക്കല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിത് കാണുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ ഇപ്പോൾ വലുതായപ്പോൾ ഈ ബാക്കി വരുന്ന കറിയുടെ കൂടെ ചോറൊക്കെ ഇട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് മനസ്സിലായി തുടങ്ങിയപ്പോൾ അവർക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടുപേരും വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഇതിപ്പോൾ ആയി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇന്ന് വെച്ച രാത്രിയിൽ ചോറൊക്കെ അവിടെ വേസ്റ്റ് ആവും. ഇനിയിപ്പോൾ കപ്പ ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ എല്ലാവരും കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ നേരം കൊണ്ട് ഞാനും കുറച്ച് ചട്ടിയിൽ ചോറൊക്കെ കഴിച്ചു. കാരണം ഇതാവുന്ന വരെ നമുക്കൊന്ന് പിടിച്ച് നിൽക്കണമല്ലോ. അങ്ങനെ നന്നായിട്ട് ഈ ഒരു മീനിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര നമ്മൾ നന്നാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഉളുമ്പ് മണം എന്ന് പറയുമല്ലോ, ആ ഒരു സ്മെല്ലിങ്ങനെ നിൽക്കും. അതിപ്പോൾ നമ്മൾ എത്ര കഴുകിയാലും നമുക്ക് ആ ഒരു സ്മെല്ല് പോകാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനെ ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒരതി എടുത്തതാണ്. ഇത് ഈ മുറിക്കുന്ന സമയത്ത് അധിക സമയം ഞാൻ എപ്പോഴും എനിക്ക് പറ്റുന്നതാണ്, ഈ മീൻ പൊരിക്കാൻ വേണ്ടി വരയിടുന്ന സമയത്ത് എൻ്റെ കൈ എങ്ങനെയെങ്കിലും മുറിയും. അധികം എനിക്ക് പറ്റുന്ന കാര്യമാണ്. ആ വര, മീനിൻ്റെ വര കറക്റ്റ് എൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തവണയും നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ അതൊക്കെ സില്ലി മാറ്റേഴ്സ് ആണല്ലോ. കുറച്ചൊക്കെ മുമ്പ് ചെറുപ്പത്തിലൊക്കെ കല്യാണം കഴിയുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഒരു 6-7 ദിവസം നമ്മൾ നടക്കും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സ്വിച്ച് ചെയ്ത് ബാക്കി പണിയെടുക്കും. അപ്പം മോളിങ്ങനെ ചോദിക്കും, നമുക്ക് വേദന ഇല്ല അമ്മ, പിന്നെ ഇത് തന്നെ അമ്മ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പം പറഞ്ഞു കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ പഠിച്ചോളും. അത് തന്നെ, അല്ലാതെ എന്ത് പറയാനാ. നമ്മളിതൊക്കെ എത്ര കണ്ടതാന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഞാനത് മുറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു വേദന കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കൊച്ചുള്ളി അരിയാനുണ്ടായിരുന്നു. അപ്പോൾ അത് അരിയുന്ന സമയത്ത് അതിന് നീര് തട്ടിയിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുകച്ചിലെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫിംഗർ ക്യാപ്പൊക്കെ എടുത്തിട്ടു. നമ്മുടെ ഇവിടെ പിന്നെയും ഈ കൊച്ചുള്ളിയുടെ ഭയങ്കരമായ സീസൺ തുടങ്ങിയിട്ടുണ്ട്. സീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അധികവും വണ്ടിക്കാരുടെ അടുത്തൊക്കെ കാണാം 100 രൂപയ്ക്ക് 2 കിലോ 3 കിലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നല്ല അത്യാവശ്യം വലുപ്പമുള്ള കൊച്ചുള്ളി ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ചെറുതൊക്കെ ആണെങ്കിൽ നന്നാക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ എടുക്കില്ല, എനിക്കത് ഇഷ്ടമല്ല. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് വേഗം പണി കഴിയും. അപ്പോൾ ഈ ഉള്ളി അരിയുമ്പോൾ എനിക്ക് കണ്ണിങ്ങനെ നീറുന്നതുകൊണ്ട് അത് നീറാതിരിക്കാൻ വേണ്ടിയിട്ട് മോളൊരു നമ്മുടെ ഇതുണ്ടല്ലോ ടിഷ്യൂ എടുത്തിട്ട് നനച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടുത്ത്. അപ്പോൾ അതങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണെരിയില്ല എന്ന് അവളെ എവിടുന്നോ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്താലും ഉള്ളി അരിയുമ്പോൾ കണ്ണ് എരിയ തന്നെ ചെയ്യും. ഞാനും ഒരുപാട് തവണ ഉപ്പുപാത്രം തുറന്ന് വെക്കലും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തു നോക്കിയതാണ്. എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ചെറിയുള്ളിക്ക് കുറച്ചുകൂടെ എരിവ് കൂടുതലാണെന്ന് എനിക്ക് തോന്നും. അപ്പം നമ്മൾ ഇത് ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് നമ്മളെ മീനും അതിലേക്കിട്ട് സാധാരണ ഒരുപോലെ മുളകിട്ടിട്ട് വെക്കാമെന്ന് കരുതി തേങ്ങ അരച്ച് വെക്കും. പക്ഷേ ഓൾറെഡി ഇന്ന് ഉച്ചയ്ക്ക് തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് ഇനിയും തേങ്ങ അരച്ച കറി കൂട്ടണ്ടെന്ന് വിചാരിച്ചു. അതുമല്ല ഈ കപ്പയുടെ കൂടെയൊക്കെ മുളകിട്ട മീൻകറിയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾ മുളകിട്ട് വെക്കാമെന്ന് കരുതി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് എന്താണെന്നറിയാത്തൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ തല പിന്നിലേക്ക് മാറുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇയർ ബാലൻസ്, മൈഗ്രെയിൻ എല്ലാം ഉള്ളതുകൊണ്ട് ഏതാണ് ബി പി ആണോ ഷുഗർ, എനിക്കെപ്പോഴും ലോ ഷുഗറാണ്, അതുപോലെ ലോ ബി പി ആണ്.
അപ്പോൾ ഇതിലേതാണ് ഉള്ളതെന്ന് മനസ്സിലാവാത്ത പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ തുടങ്ങിയ സ്ഥിതിക്ക് ഇതങ്ങ് അവസാനിപ്പിച്ചിട്ട് ഒരൊറ്റ ഇരുത്തിരിക്കാമെന്ന് കരുതി അങ്ങനെ വേഗത മീൻ കറി ആവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ പാത്രം കഴുകുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഒരു ഗ്യാപ്പ് കിട്ടി അപ്പം ഞാൻ ഉള്ള പാത്രം വേഗം കഴുകി വെക്കും. അല്ലെങ്കിൽ നമുക്ക് അവസാനം ഇതെല്ലാം കൂടെ കുന്നുകൂടി കിടക്കുന്നത് കാണുമ്പോൾ ഒരു ദേഷ്യം വരാനുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വേഗം അപ്പോൾ തന്നെ അങ്ങ് കഴുകിയെടുത്തു. പിന്നെ ഒന്നിച്ച് നമ്മളതും വെച്ചിരിക്കണ്ടല്ലോ. അങ്ങനെ പാത്രം കഴുകലൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി നോക്കണം. അതായത് കപ്പ മുറിക്കുക എന്നുള്ളത്. സാധാരണ എപ്പോഴും കിട്ടുന്ന പോലത്തെ കപ്പയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. പക്ഷെ മുറിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ടാസ്ക് ആണെന്ന്. കാരണം സാധനം കുറച്ച് ഹാർഡ് പോലെ തോന്നി. അതായത് ഈ വേരോടിയത് എന്നൊക്കെ പറയുമല്ലോ, ചിലത് നല്ല പൊടിയായിട്ടുള്ള ഉണ്ടാവും. ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ വെന്തലിയുന്നത് പോലെ. ഇവിടെ ഇപ്പോൾ ഏട്ടനാണെങ്കിലും നന്നായിട്ട് കപ്പ ഇങ്ങനെ അലിഞ്ഞിരിക്കണം, അല്ലാതെ ഇങ്ങനെ കഷ്ണം പോലെ കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ കഴിച്ച് ശീലമായി തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ അത് തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ഇതേ കപ്പ മുറിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി സംഭവം കുറച്ച് ഹാർഡാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കത്തി വെക്കുമ്പോഴേക്കും വേഗം ഇങ്ങനെ വരും. അപ്പോൾ അത് മുറിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതേ ആൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ കപ്പ മുറിക്കുമ്പോഴും ഇവരിങ്ങനെ ക്യൂ ആണ്. സത്യം പറഞ്ഞാൽ പച്ചക്കപ്പ അങ്ങനെ കഴിക്കരുത്. ചിലർക്ക് വയറുവേദനയൊക്കെ വരും. പക്ഷെ മക്കൾക്ക് ഇതുവരെ അങ്ങനെ വയറുവേദന ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മീൻ ഇത് അവിടെ കിടന്ന് ഇങ്ങനെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇതിനധികം കുറേ വേവിക്കൊന്നും വേണ്ട, കാരണം നല്ല പൊടിയുള്ള മീനായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ സെറ്റാവും. അത് കഴിഞ്ഞത് മസാല പൊരിക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തേച്ച് വെക്കുകയാണ്. ഈ മീൻ ശരിക്കും പറഞ്ഞാൽ ഇത് പൊരിച്ചാലാണ് ടേസ്റ്റ്. പിന്നെ എന്തെങ്കിലും കറി വേണ്ടേന്ന് കരുതിയിട്ടാണ് കുറച്ചെടുത്തിട്ട് ഞാൻ കറി വെച്ചത്. പൊരിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാൻ. ഇതിൻ്റെ മുള്ള് വരെ നമുക്ക് കഴിക്കാമല്ലോ, അത്ര ഹാർഡായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൻ്റെ തലയാണെങ്കിലും നമ്മളിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിരിക്കും. അപ്പോൾ കുറച്ച് നേരം മസാല അരവൊക്കെ തേച്ച് വെച്ചതിന് ശേഷം വേഗം പൊരിക്കാനിട്ടു. സമയം കുറച്ച് ആയിട്ടുണ്ടായിരുന്നു, 9:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുവിധം ഇങ്ങനെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലേറ്റ് ആവും രാത്രി കഴിക്കാൻ. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മക്കളായാലും അവരും കഴിച്ചോളും. ഇപ്പോൾ ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇത് പൊരിക്കാനൊക്കെ ഇട്ടു. വേഗം ഓരോ പണികളായിട്ട് തീർക്കുകയാണ്. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തലചുറ്റൽ എൻ്റെ പിന്നാലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട്, തല ചുറ്റലല്ല, തല ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുന്ന നിൽപ്പിൽ നമ്മളിങ്ങനെ മാളിപ്പോകുമെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ വേഗം കടുകും വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് കപ്പ അതാ ഇങ്ങനെ വേവിച്ചെടുത്തു. ഈ ഒരു ടൈപ്പ് ഏട്ടന് അത്ര ഇഷ്ടമല്ല കപ്പ. ഇവിടെ മക്കൾക്കും എനിക്കൊക്കെയാണ് ഇങ്ങനെ കപ്പ വേവിച്ചത് ഇഷ്ടം. ഏട്ടനാണെങ്കിൽ ഈ മത്തിയൊക്കെ വെച്ചിട്ട് മത്തിയും അതുപോലെ കപ്പയും കൂടെ ഒന്നിച്ച് ഉടച്ചെടുക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്റ്റൈലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവിടെ അച്ഛന് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ വിളമ്പിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് മക്കളൊക്കെ കഴിക്കാനിരുന്നു, മക്കളും അമ്മയും കഴിക്കാനിരുന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ തല ചുറ്റലിനെ കുറിച്ച് ഏട്ടനോട് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കഴിക്കാം, ഇതിങ്ങനെ അധികം വെച്ചുകൊണ്ടിരിക്കേണ്ട. കാരണം എൻ്റെ ഇയർ ബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇവിടെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് അധികം വെക്കണ്ട. അപ്പം ഞാൻ ഇനി BP ആണോ എന്ന് എനിക്കൊരു ഡൗട്ട്. BP ലോ ആയതാണോ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം നമ്മൾ സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ട് മെഡിസിൻ എടുത്തിട്ടല്ലേ കാര്യം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇക്ര ക്ലിനിക്ക് ഉണ്ട്. അപ്പം നമ്മൾ അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സംഭവം BP ലോ ആയതായിരുന്നു. അങ്ങനെ അതിനുള്ള മെഡിസിനും ORS ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഇതാണ് കപ്പ ഉണ്ടാക്കി ഹോസ്പിറ്റലിലായ എൻ്റെ കഥ. അന്നത്തെ ദിവസം നല്ല ടയേർഡായിരുന്നു. പിന്നെ കഴിച്ച് വേഗം കിടന്നുറങ്ങി.